ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ, അങ്കും സുഖന്നപ്പ. അപ്പോൾ ഇന്ന് റംസാന് ഒരു മിനിറ്റ്, ഇന്ന് മാർച്ച് 8, ഓക്കെ. അപ്പോൾ ഇന്ന് റംസാന് ഏജായി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മാർച്ച് 2 നമുക്ക് നോമ്പായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ ഡേറ്റ് കൂടുമ്പോൾ നമ്മളതിൽ നിന്ന് ഒരു കട്ടാക്കിയിട്ടാണ് നമ്മൾ റംസാൻ്റെ ഇത് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. വേറെന്തല്ല, നമുക്കിപ്പോൾ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് വച്ചിട്ട് കഴിയുന്നില്ല. അപ്പോൾ വീഡിയോസെല്ലാം അപ്ലോഡ് ആക്കാനൊന്നും പറ്റുന്നു സംഭവം. ഞാനപ്പോൾ കുറേ വീഡിയോസ് അപ്ലോഡ് ആയിക്കോണുണ്ടായിനി. അത് വേറെന്തോ അല്ലപ്പ, അത് നമുക്ക് എത്രപ്പാ ഫെബ്രുവരി 22ക്ക് 21st ഈ 22 21 നേരം ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് സ്കൂളിലെ ആനുവൽ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് ലീവ് കിട്ടീനേ. അന്ന് ലീവ് കിട്ടിയിട്ട് നമുക്ക് ബൈക്ക് തുടങ്ങുക മാർച്ച് 3. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഇതെന്ത് മാർച്ച് 3 ബൈക്ക് തുടങ്ങുന്ന വെച്ചിട്ട്. നമുക്ക് 9th സ്പെഷ്യൽ ക്ലാസ്. കാരണം നമുക്ക് 9th ആകുമ്പോൾ കുറച്ച് കഷ്ടമെല്ലാം ഇരിക്കുന്നത്, പിന്നെ കുറച്ച് സ്പെഷ്യൽ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. കാരണം 10th കൂടുതൽ കഷ്ടമുള്ള 9th എല്ലാവരും ചേർന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേൻ്റെ ഞാൻ പോയിനി. മീൻസ് ഞാൻ മാർച്ച് 3 ഞാൻ സ്കൂളിലേക്ക് പോയിനി. എന്നിട്ട് ഞാൻ മാർച്ച് 4 ഞാൻ പോയിട്ട, 5 ഞാൻ പോയിട്ട. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിനതിന്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ ടൈമില്ല. കാരണം എന്തെങ്കിലും ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ബാപ്പാൻ്റെ കാണും പോകുന്നുള്ളത്. മീൻസ് ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ ബാപ്പ, പിന്നെ എൻ്റെ നെയ്ബറുണ്ട് അവിടെ എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഓരുണ്ട്. മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോനെ ഫഹദ്, ഓനുണ്ട് നമ്മളുടെ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നത്. വരുമ്പോഴൊക്കെ പറയുമ്പോൾ നമ്മൾ നടന്നിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നടക്കുന്ന മീൻസ് വാക്കിംഗ് ഏരിയ ആണ് എൻ്റെ സ്കൂളുള്ളത് ഇവിടെ. അപ്പോൾ ഞാൻ ഏത് സ്കൂളിലായാലും, ഞാൻ കുനിൽ സ്കൂളിയുടെ മുട്ടത്തുള്ള കുനിൽ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടുള്ളത്. മീൻസ് ഞാൻ കുനിൽ സ്കൂളിലൊക്കെ കൂടാനുള്ള മെയിൻ കാര്യമുണ്ട്. ഞാൻ ആദ്യം നമ്മളെ AG സ്കൂളിൽ, മീൻസ് നമ്മളെ നെയ്ബസാറിലുള്ള AG സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടായിന്. ആടെ ഞാൻ LKG തന്നെ ജോയിൻ ആയിട്ടുണ്ടായിന്. LKG തന്നെ ജോയിൻ ആയിട്ട് ആടെ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടായിരുന്നു. മീൻസ് ഒരു 4th സ്റ്റാൻഡേർഡ്ക്ക് എത്തുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കൊറോണ സമയത്ത് വന്നിട്ട് ലോക്ക്ഡൗൺ ആയി. ഇപ്പോഴും ഞാൻ ആടെ തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിൽ ചൊല്ലിക്കൊണ്ടുള്ളത്. മീൻസ് ആടെ തന്നെ ഇരിക്കട്ടെ. ആടെ സംഭവം ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ആക്കണമെങ്കിൽ നമുക്ക് ആടെ എത്ര 23,000 22,000 സംതിങ് ഉണ്ടായിന് സ്കൂൾ ഫീസ്, പ്ലസ് എക്സ്ട്രാ വാൻ ഫീസ്. ഓക്കെ, മുസ്ലിം ഓൺലൈനിലാകുമ്പോൾ വാൻ ഫീസ് ഇല്ലാത്തതിനെ കൊണ്ട് ആടെ എത്ര 28. അതിൻ്റെ ഒരു വാൻ ഫീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയ വിലക്കിട്ട് ഒരു സ്കൂൾ ഫീസ് 80. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ആക്കണമെങ്കിൽ എന്താക്കി അറിയോ, സ്കൂൾ ഫീസ് 80. ഈ സ്കൂൾ ഫീസ് 80 ആകുമ്പോൾക്ക് എൻ്റെ വാപ്പ പറഞ്ഞു വേണ്ട. മീൻസ് ഓൺലൈൻ ക്ലാസ്സല്ലേ, ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയെല്ലാം ആക്കിയിട്ട് എന്തിന് വെറുതെ ഇല്ലാണ്ട് അതൊരു ജസ്റ്റ് ഒരു വേസ്റ്റ്. കാരണം പൈസ വെറുതെ കളയുന്നല്ലേ. അപ്പോൾ പാപ്പ പറഞ്ഞ് അപ്പോൾ നമ്മൾ കുമ്പിളയിലോട്ട് കൂട്ടാം. മീൻസ് എൻ്റെ പാപ്പാൻ്റെ ഷോപ്പുള്ള കുമ്പിളയിലാണ്. അപ്പോൾ ഓക്കെ, കുമ്പിളയിലാകുമ്പോൾ പ്രശ്നമില്ല. കാരണം പാപ്പാൻ്റെ ഷോപ്പുള്ള ആടയെക്കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്കും ഭയങ്കര ആശുണ്ടായിനി. മീൻസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ബസ്സിൽ പോകുന്നൊരു ഫീൽ ഇല്ല. മീൻസ് ഭയങ്കര പേടി ഞങ്ങൾക്കുള്ള ബസ്സിൽ പോകുന്നതെങ്ങും. പിന്നെ ഫോർ എക്സാമ്പിൾ പരീക്ഷയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ നടുത്തായിരിക്കും, ഞാൻ സൈഡൊന്നും ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമെല്ലാം ബാപ്പ പോകുമ്പോൾ തന്നെ പോവും. പിന്നെ വരുമ്പോഴേക്ക് ബാപ്പ എന്നെ ബസ്സിലോട്ട് കടത്തിയിട്ട് വരും. അപ്പോൾ ആടെ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ കൂടി. പിന്നെ ഫസ്റ്റ് ഒരു 2 months
2 months 1 month ഭയങ്കര പേടിയുണ്ടായിനി. മീൻസ് ഭയങ്കര റഷ് ഇരിക്കുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ കുമ്പള സ്കൂളെന്ന് പറയുമ്പോൾക്ക് അത്ര ഭയങ്കര റഷ് ആടെ. മീൻസ് ബസ്സിൽ ഫുള്ള് സ്റ്റെപ്പിൽ നിന്നിട്ട് പോലും പറഞ്ഞു, അങ്ങനെ ഭയങ്കര റഷ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി. അപ്പോൾ ഞാൻ അങ്ങനെ ഇടങ്ങ് കയറല്ല. അപ്പോൾ ഞാൻ എന്താ കേസിൽ വന്നിട്ട് കഴിഞ്ഞിട്ട് ബൈക്ക് ഇടുന്നു വരും. പിന്നെ ആ ഒരു 1 month കഴിഞ്ഞപ്പോൾ അതൊരു എക്സ്പീരിയൻസായി. പിന്നെ അത്ര ഒരു പേടി എന്ന് പറയുന്ന സംഭവം എന്തുണ്ടായിട്ടിനി. അപ്പോൾ ഞാൻ ബസ്സിലെല്ലാം വരാനെല്ലാം കീനി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ബസ് കുറേ റഷെല്ലാം ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബസ്സൊന്നും കിട്ടാല്ല. ചിലപ്പോൾ പരിക്കെത്തുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കിപ്പോൾ 4 മണിക്ക് വിട്ടങ്ങനെ ചിലപ്പോൾ പരിക്കെത്തുമ്പോഴൊക്കെ നോർമലി ആയിട്ട് നമ്മൾ ബസ്സിൽ വരുമ്പോഴൊക്കെ ചിലപ്പോൾ 5 മണിയല്ലോ, ചിലപ്പോൾ 5:15 5:30 മണിയല്ലോ ആകുമ്പോഴേക്ക് മൂന്തി ടൈം, നമ്മൾ ഈ ഒരു മൂന്തി ടൈമിനെല്ലാം വരുമ്പോഴേക്ക് ഭയങ്കര പേടിയല്ലോ. അപ്പോൾ ഉമ്മാക്കെല്ലാം ഭയങ്കര പേടിയുണ്ടായിന്. അപ്പോൾ 5th നമുക്ക് ഫുൾ ഓൺലൈൻ ക്ലാസ്സാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 5th ലാസ്റ്റ് 3 months 4 months നമുക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ പോയിട്ട് ഓഫ്ലൈനിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 5th നമുക്ക് 6-7 months നമുക്ക് ഓൺലൈൻ ക്ലാസ്സാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ലൈക്ക് 2-3 months നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടായി. അങ്ങനെ പിന്നെ 6th ഞാൻ ആടെ തന്നെ പഠിച്ച് മീൻസ് നമുക്ക് അവിടെ നല്ല വൈബ് ഉണ്ടായിന്. കാരണം ഫ്രണ്ട്സും ഓരെല്ലായിട്ട് നല്ല തള്ള വൈബ് എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു വൈബ് ഉണ്ടായിന് അവിടെ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ഒരു ക്രേസാണ് ഈ ഒരു കുനിൽ സ്കൂൾ എന്ന് പറയുന്നത്. മീൻസ് എല്ലാവരും ആയാലും കുനിൽ സ്കൂളിൽ നല്ല പഠിപ്പുണ്ട്, നല്ല ഇതുണ്ട്, നല്ല മോട്ടിവേഷൻ ക്ലാസ്സും അങ്ങനെയെല്ലാം ഉണ്ട് എന്നല്ല ഓരെല്ലാവരും പറഞ്ഞ്. അപ്പോൾ നമുക്ക് എനിക്കും തോന്നി. മീൻസ് എൻ്റെ കുമ്പള സ്കൂളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ കുനിൽ സ്കൂളിൽ നിന്ന് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തായപ്പോൾ ആൾ കുമ്പളക്ക് വന്നത്. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ നല്ല വൈബുണ്ട്, അത് മാത്രം അവിടെ നല്ല പഠിപ്പിക്കുന്നു, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു ഇതായി, എന്തായാലും 2 സ്കൂളായി, ഇനി 3ാമത്തെ സ്കൂളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ കുനിൽ സ്കൂളിൽ കൂടുന്നു ആവാം. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുനിൽ, പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും മനസ്സിലായിരുന്നു കുനിലേക്ക് കൂട്ടാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുനിലാകുമ്പോൾ അടുത്തല്ലേ നമുക്ക് പോകാമല്ലോ. ഇപ്പോൾ നമ്മൾ തന്നെ കൂടിയാൽ ഇപ്പോൾ നമുക്ക് ബൈക്ക് വീണ്ടും വാൻ ഫീസ് എക്സ്ട്രാ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് നമുക്ക് വാൻ ഫീസ് എടുക്കുന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഓക്കെ വേണ്ട നമ്മൾ ഇതാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. അങ്ങനെ നമുക്ക് ഉമ്മക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിന്, ഓക്കെ ആടെ തന്നെ കൂട്ടാം. അപ്പോൾ ഞാൻ ആടെ ആദ്യം കൂടിയപ്പോൾ മീൻസ് ഞാൻ ആടെ ആദ്യമായിട്ട് കൂടിയില്ലേ, ആടെ കുനിൽ സ്കൂളിലേക്ക് പോകാനായിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ ഫീസ് 1000 rupees നമുക്ക് അവിടെ അഡ്മിഷൻ ഫീസ് ഉള്ളത്. ഞാൻ എന്നിട്ട് അവിടെ 6th കുമ്പളയിൽ പഠിച്ചിട്ട് 7th ഞാൻ കുനിൽ സ്കൂളിലേക്ക് വന്നത്. മീൻസ് അപ്പോൾ ഞാൻ ആടൊക്കെ ആദ്യം പോകുമ്പോൾ ഓരെല്ലാവരും പറഞ്ഞു, മീൻസ് AG സ്കൂളിൽ പഠിച്ചതാണെങ്കിലും 2 years ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷൊന്നും കറക്റ്റ് അറിയാത്തവരൊന്നും നമ്മൾ എടുക്കുന്നില്ല. കാരണം അത് ബൈക്ക് ടീച്ചേഴ്സ്മാർക്ക് അത് മീൻസ് കൂടുതൽ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഓർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ സാരില്ല, ഒക്കെ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ജസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. നിങ്ങൾ 2 days കഴിഞ്ഞിട്ട് വരും. ആ വരുമ്പോൾക്ക് നിങ്ങൾ അടുത്ത മീൻസ് എൻ്റെ കുമ്പള സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരുന്ന അടുത്ത TCയും ആടുന്ന് വരാനുള്ള കാരണവും ആടുത്ത മാർക്ക് ലിസ്റ്റെല്ലാം എടുത്തുകൊണ്ട് പറഞ്ഞെന്നെല്ലാം പറഞ്ഞു. ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുമ്പള സ്കൂളിലോട്ട് പോയി. മീൻസ് കുമ്പള സ്കൂളിലോട്ട് ഞാൻ പോയിട്ട ഉമ്മയോ ബാപ്പയോ ആരോ പോയിനി, അത് എനിക്ക് നേരെ ഓർമ്മയില്ല. ഞാൻ പോയിനി സംഭവം ഞാൻ പോയിനി. അപ്പോൾ നമുക്ക് 6th എടുത്തോണ്ടേ നമുക്ക് ക്ലാസ് സാറാണ് എടുത്തോണ്ടേ. നമുക്ക് സയൻസ് സാറ്, നമ്മൾ ക്ലാസ് സാർ എന്ന് പറയുന്നത് സയൻസ് സാറും, ആളുടെ പേര് സുനോജ് മാഷ് എന്നാണ്. അപ്പോൾ ആളടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു എന്താ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ ആയാലും ദൂരെ തന്നെ അപ്പം അങ്ങനെ എല്ലാകുമ്പോൾ പറഞ്ഞു മാർക്ക് ലിസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോൾ കിട്ടാൻ കുറേ പണിയാണ്, കാരണം ഇപ്പോൾ കുറേ പിള്ളേർ കൂടിയിട്ട് എല്ലാം ആയിട്ട് മാർക്ക് ലിസ്റ്റ് എടുക്കണം. നമ്മൾ കമ്പ്യൂട്ടറിലും നമ്മളൊരു ഡിവൈസ് എഴുതിയിട്ട് വേണമല്ലോ നമ്മൾ എടുത്തി തരാനായിട്ട്. മീൻസ് നമുക്കൊരു TC ഇത് ട്രാൻസ്പോർട്ട് സർട്ടിഫിക്കറ്റും അതുപോലെ നമുക്ക് മാർക്ക് ലിസ്റ്റിൽ ഇടണമെങ്കിൽ അപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളി. അങ്ങനെ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആടുന്ന് സാറ് ഫോണ് വിളിച്ചിട്ടായിട്ട് ഓക്കെ എന്നിട്ട് പോയിട്ട് ആടുന്ന് മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന്
എന്നിട്ട് കുനിൽ സ്കൂളിലൊക്കെ പോയിട്ട് ബോറ് ബൈക്ക് പറഞ്ഞു. സംഭവം പറഞ്ഞാൽ കുനിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫുള്ള് നട്ടം തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നട്ടം തിരിഞ്ഞു നമ്മൾ. കാരണം അത്രക്കും മീൻസ് ഒരു അങ്ങനെ ഇങ്ങനെ അത് വേണോ ഇത് വേണോ മീൻസ് ഓരെല്ലാം കറക്റ്റായിട്ട് ഒക്കെ തുറന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിട്ട് ഇനി അതുകൊണ്ട് ഞാൻ മാട ബൈക്ക് കുനിൽ സ്കൂളിലൊക്കെ പോയിട്ടാകുമ്പോൾക്ക് ഓർ പറഞ്ഞ് ഓക്കെ നമ്മൾ മാർക്ക് ലിസ്റ്റും ഇതെല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആധാർ കാർഡും പിന്നെ ഉപ്പാൻ്റെ മീൻസ് എൻ്റെ ഫാദറിൻ്റെ ആധാർ കാർഡും എല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അന്ന് ആധാർ കാർഡും അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അവിടെ കൊടുത്ത് അഡ്മിഷൻ ഫീസ് കെട്ടുന്നതിന് മുമ്പ് അവിടെ പ്രിൻസിപ്പൾ വന്നിട്ട് നമ്മളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആൾ വന്നപ്പോൾ മനസ്സിൽ ഭയങ്കര പേടിയുണ്ടായിന്. കാരണം എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാൽ ആടെ ചോദിക്കുന്നതിൽക്കൊന്ന് തെറ്റി ആടെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിന്. മീൻസ് അങ്ങ് കുനിൽ സ്കൂളൊക്കെ കൂടാൻ കയ്യാലോ അങ്ങനത്തെ ഒരു രീതിയിലുണ്ടായിന്. അങ്ങനെ അവിടെ പോയിട്ട് ഇരുന്നപ്പോൾ പ്രിൻസിപ്പൾ പിന്നെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മുന്നേ. അപ്പോൾ ചെറുങ്ങനെ ഒരു തെറ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുമല്ലോ അങ്ങനെ ഒരു. അപ്പം അതിൻ്റെ ഒരു 8 മിനിറ്റ് തന്നെ വേണ്ടാന്ന് ചെയ്യില്ല അങ്ങനെ നേരത്തെ പേടിയെല്ലാം ഉണ്ടായി. അങ്ങനെ ആൾ പ്രിൻസിപ്പൾ വന്നതിന് ശേഷം ആൾ ഓക്കെ ഇരുന്ന് എന്നിട്ട് ആൾ നെയിം ചോദിച്ച് എല്ലാം ചോദിച്ചിട്ട് അദ്ദേഹം ചോദിച്ച് എന്തുകൊണ്ട് ഇവിടേക്ക് വരാനും മീൻസ് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് വരാനായിട്ട് എന്ത് കാരണത്താലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറയണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു രീതിയിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്ത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടണം ഭയങ്കര ഒരു ക്രേസ്, അതിന് ഒരു ക്രേസ് ആയിട്ടുണ്ടായി കുനിൽ സ്കൂളിൽ പോകണം. കാരണം എല്ലാവരും നല്ല ഇതുണ്ട് അങ്ങനെ ഉണ്ട് മറിച്ചെല്ലാം പറഞ്ഞു വേണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓക്കെ അങ്ങനെ അദ്ദേഹം ഫസ്റ്റ് ചോദിച്ചത് 9ൻ്റെ ടേബിൾ ചോദിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ 9ൽ നമ്മൾ കോമൺ ആയിട്ടുള്ളതല്ലേ. അങ്ങനെ 9ൻ്റെ ടേബിൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് ചോദിച്ചത് 12ൻ്റെ ടേബിൾ ചോദിച്ചു. അതും പറഞ്ഞു. പിന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ ഇവിടെ അഡ്മിഷൻ ചെയ്തോ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പെർമിഷൻ ലെറ്റർ കൂടി തന്നു. എന്നിട്ട് അവിടെ ഓഫീസിലേക്ക് നമ്മൾ ബില്ലിങ്ങിൻ്റെ അവിടെ പോയിട്ട് ഈ റെസിപ്റ്റ് കൊടുത്തിട്ട് ആ ബൈക്ക് ബുക്കും യൂണിഫോമും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് 5 ബൈക്ക് അവിടെ കൂടി. അങ്ങനെ 7th ആടെ കൂടിയപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കസിന് ഒക്കത്തുണ്ടായിരുന്നു. ആളും എൻ്റെ സെയിം ഏജാണ്. അപ്പോൾ ആളും ഞാനും ഒരേ ക്ലാസ്സാണ്. അതും ഓക്കെ നമ്മൾ ആടെ കൂടി. എന്നിട്ട് ആടെ കൂടിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരിതും സംഭവം അടുത്ത ഫുള്ള് തല്ലിപ്പൊളി എന്നല്ല എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര മീൻസ് നമുക്കൊരു ഇതായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ക്ലാസ്സിൽ മീൻസ് എല്ലാ പിള്ളേരും നല്ല സൈലൻറ്റും നല്ല സ്റ്റാൻഡേർഡും അങ്ങനെ എല്ലാം വെക്കുന്നത്. പക്ഷെ നമ്മളെ ക്ലാസ്സിലുണ്ടായിനും എത്ര ഒരു 8-9 ആൾക്കാരുണ്ടായിന്. മീൻസ് ഊരെന്ന് പറഞ്ഞാൽ നല്ല മീൻസ് അവർക്ക് ഉണ്ടായിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഗുണ്ട ഗേൾസ് എന്ന്. അപ്പം നമ്മളടുത്ത സൂപ്പർവൈസർ ചൊല്ലും എന്തെങ്കിലും നിങ്ങൾ കാണാൻ ചിലപ്പോൾ ഈ സ്കൂൾ തന്നെ നിങ്ങൾ ഈ സ്കൂളിനെ പോലും പൊട്ടിച്ചിട്ടിടും, താക്ക് ബോംബ് പോലെ കിട്ടിടും, വേറെ ആരും വേണമെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടെല്ലാം ഉണ്ടായിനി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇതുണ്ടായി. അപ്പോൾ ഫസ്റ്റ് പോയപ്പോൾ ഒരു കുഞ്ഞ് ബോർ അടിക്കും. കാരണം നമുക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഫ്രണ്ട്സും കിട്ടി എല്ലാം കിട്ടി. പിന്നെ നമ്മൾ ഓരത്തൊക്കെ അധികമായിട്ടും നമ്മൾ ഓരത്തൊക്കെ തന്നെ ഉണ്ടായിന്. മീൻസ് ഞാൻ പറഞ്ഞില്ലേ മാമാരെല്ലാം വിളിച്ചിട്ടുണ്ടായിന് ഗുണ്ട ഗേൾസ് എന്ന്. ഓരത്തൊക്കെയാണ് ഞാനും എൻ്റെ കസിനും ഉണ്ടായിന്. മീൻസ് അധികമായിട്ട് നമ്മൾ ഓരത്തൊക്കെ തന്നെ ഉണ്ടായിന്. അപ്പം നമ്മൾ സംഭവം അല്ലെങ്കിൽ നമ്മളെ കുനിൽ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവിടെ കിഡ്സ് പ്ലേ ഗ്രൗണ്ടിൽ ഇതുണ്ട് പോണ്ട് മീൻസ് ഫിഷ് പോണ്ട് ഉണ്ട്. അപ്പം നമ്മൾ എന്താക്കുക പറഞ്ഞാൽ നമ്മൾ ത്രോ ബോൾ കളിക്കും. നമ്മൾ ത്രോ ബോൾ കളിച്ചിട്ടായിട്ട് ആ ബോളിനെ അതിൻ്റെ വെള്ളത്തിലേക്ക് അഞ്ച് ആടുന്ന് പച്ചക്ക നട്ടിട്ട് ആടുന്ന് തണ്ണി തെറിപ്പിക്കും. എന്നിട്ട് കളിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടായിട്ട് അവിടെ വാഷ്റൂമിൽ പോയിട്ട് വാഷ് ബേസിൻ നമ്മൾ വാഷ് സിങ്ക് ഉണ്ടാകുന്നില്ലേ അവിടെ പോയിട്ട് അവിടെ അക്കമാരെല്ലോ പൈപ്പെല്ലോ ടാപ്പ് കണക്റ്റ് ആക്കിയിട്ട് വെക്കും. മീൻസ് അവർക്ക് നേരെ ചുമന്ന് അവിടെല്ലോ നമ്മളവിടെ ഗാർഡനിലേക്കെല്ലാം വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരവിടെ വെക്കും. അപ്പോൾ ആടെ ഓക്കെ ആടെ മോശമില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ നമ്മടെ എന്താക്കി ആ വെള്ളത്തിൽ മൊത്തത്തിൽ അപ്പോഴത്തേക്കുണ്ടല്ലേ നമ്മളെ യൂണിഫോം മൊത്തം ചണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റി ജബലായിട്ടുണ്ടായി.
അപ്പോൾ ആകുമ്പോൾക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സംഭവം ഒരു ഗേളുണ്ട്, മീൻസ് ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണി എന്ന് പറയുന്നില്ല, അതുപോലെ എന്തുണ്ടെങ്കിലും ടീച്ചറിൻ്റെ അപ്പോൾ പോയിട്ട് ചെന്ന ഒരാൾ അപ്പോൾ ആൾ പോയിട്ട് മാമിനോട് പറഞ്ഞ് അഞ്ച് മാം വന്ന് നമ്മൾ സൂപ്പർവൈസർ വന്ന് തല്ലെല്ലാം കിട്ടി, എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ അയച്ച് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തല്ലെല്ലാം കിട്ടിയിട്ട് നമ്മൾ വന്നു. പിന്നെ ഒരു പ്രശ്നം അറിയുന്നതായിട്ടുണ്ടായിരുന്നത് ബുക്ക്, മീൻസ് നമ്മളെ കമ്പ്യൂട്ടർ മാം ബുക്ക് കൊണ്ട് പറഞ്ഞു വെച്ചാൽ സംഭവം അവിടെ നല്ല വെയിറ്റ് ഉണ്ട് ബുക്ക്. അപ്പോൾ ആടെ കുഞ്ഞിൽ സ്കൂളിൽ അധികം ആൾക്കാരും ബസ്സിലും വാനിൽ പോകുന്ന ആൾക്കാർ കുറച്ചുണ്ടാവും. ഈ ചെറിയ പിള്ളേരാണ് അധികമായിട്ട് വാനിൽ പോകുന്നത്. പിന്നെ ദൂരെയുള്ള കുറച്ച് പിള്ളേർസ് മാത്രം അധികമായിട്ട് പോകുന്നത് ബസ്സിൽ നടന്നിട്ടാണ് എല്ലാവരും പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ബുക്ക് ഇതാണെന്ന് മീൻസ് നമുക്ക് ബുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഹെവിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് കൊണ്ടുവരുന്നില്ല, നമ്മൾ കുറച്ച് ബുക്ക് മാത്രം കൊണ്ടുവന്നുകൊണ്ടായി. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മാമിക്ക് ചൊടി വന്നിട്ട് കമ്പ്യൂട്ടർ മാം എന്താക്കി നമ്മളെ പുറത്ത് നിപ്പിച്ചിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ അയച്ചു. ആ പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ അയച്ചപ്പോൾ കമ്പ്യൂട്ടർ മാം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ പോയിട്ടാകുമ്പോൾ നമ്മൾ എന്താക്കിയെന്നറിയോ, മാമിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. കാരണം മാം നമുക്ക് ക്ലാസ് എടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചെന്നല്ല പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാറ് ഒന്ന് മുണ്ടിയിട്ടായിന്. പിന്നെ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നത് നമ്മൾ തല്ലെന്ന് പറഞ്ഞാൽ എല്ലാ ഇയറിലും ഇരിക്കുന്നത് സീനിയേഴ്സിൻ്റെ ഒക്കെ മീൻസ് നമ്മൾ ആ ക്യാൻറ്റീൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വാളുണ്ട്, മീൻസ് ഒരു മതിലുണ്ട്, ചുമര്. ആ മതിലിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നയൻത്തിലുണ്ട് അതിൻ്റെ സ്റ്റുഡൻസ് എന്താക്കുമെന്നറിയോ, നമ്മൾ അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് മുന്നേ വന്നിട്ട് നിൽക്കൂ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ നമ്മൾ എങ്ങനെയുള്ളതിൽ. അപ്പോൾ നമ്മപ്പോൾ അവിടെ തല്ലാക്കാത്ത ഒരു പിള്ളേറില്ല, മീൻസ് നമ്മൾ 10th പിള്ളേരൊക്കെ തല്ലാക്കിനി, 7th പിള്ളേരൊക്കെ തല്ലാക്കിനി, അങ്ങനെ 8th പിള്ളേരൊക്കെ തല്ലാക്കി. നമ്മൾ എല്ലാ പിള്ളേരൊക്കെ 8th പിള്ളേരൊക്കെ നമ്മൾ തല്ലാക്കിച്ച മീൻസ് ഞാനുണ്ടായിരുന്നല്ല, നമ്മളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ തല്ലാക്കിയിട്ടുണ്ട്. 8th പിള്ളേരൊക്കെ നമ്മൾ തല്ലാക്കിയിട്ടില്ല, 7th പിള്ളേരൊക്കെ നമ്മൾ തല്ലാക്കിനി. പക്ഷെ ഇപ്പോൾ മീൻസ് അപ്പോൾ ഭയങ്കര ഉണ്ടായിന്. എന്നിട്ട് നമ്മൾ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തന്നെ പറഞ്ഞത് കുറേ നമ്മൾ ആ 9th സ്റ്റോറിയിൽ 7th സ്റ്റോറി ചെല്ലിയങ്ങ് തീരാതെ അത്ര ഉണ്ട് സ്റ്റോറിയല്ലോ. അപ്പോൾ എന്തിനമ്മോ ഇങ്ങനെ വിചാരിച്ചിട്ട് മാം എന്താക്കിയാറോ അല്ലെങ്കിൽ കഴിയുന്നില്ല, മീൻസ് നമ്മളല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല മാംമാർക്കും. അത്ര ബായും പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാല ഫുള്ള് ഗൗജ്യം. അപ്പോൾ നല്ല വൈബായിക്കൊണ്ടായിന്. അങ്ങനെ നമ്മൾ സൂപ്പർവൈസർ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മളെല്ലാം ക്ലാസ് ഡിവൈഡാക്കി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി. അങ്ങനെ പിന്നെ 8th എത്തുമ്പോൾ ഫുള്ള് ക്ലാസ് മൊത്തത്തിൽ ചേഞ്ചാക്കി. 5 ബേക്കിന് മാടല്ലോ എന്തെങ്കിലും നമ്മളൊരു വൈബെല്ലാം ഉണ്ടായിന്. അപ്പോഴത്തേക്കും മീൻസ് അപ്പോൾ ഞാൻ മുമ്പ് 8th Aയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 7th Aയിലുണ്ടായിന്. 5 ബേക്ക് ക്ലാസ് ഷഫിളാക്കിയിട്ട് 8th വരുമ്പോൾ 8th Bയിലോട്ട് ആക്കിയോറ്. നോർമലി നമ്മൾ ഇല്ലെങ്കിൽ വേണ്ടത് 8th Aയിലാണല്ലോ. അപ്പോൾ നമ്മളെ ഈ തല്ലൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ആക്കിയിട്ടായിട്ട് മീൻസ് നമ്മൾ 8th Aയിലുള്ള കുറച്ച് പിള്ളേരുണ്ട്, മീൻസ് എൻ്റെ കസിനും ആ ക്ലാസ്സിലാണ്. എന്താക്കിയെന്ന് അറിയാം, മീൻസ് നമ്മളെ ടോയ്ലറ്റിനവിടെ ഒരു മതിലുണ്ട്. അത് മീൻസ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് തന്നെ, നമ്മൾ പുറത്തൊക്കെ പോകുന്നതല്ല, നമ്മൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഉള്ള മതിലായിട്ട്, മീൻസ് നമ്മൾ ടോയ്ലറ്റിൻ്റെ നേരെ ആയിട്ടാണ് ഉള്ളത്. അവിടെ മതിലായിട്ട് അവിടെ ഗ്രൗണ്ട് അയിലായിട്ട് മീൻസ് മീൻസ് നമ്മുടെ സൂപ്പർവൈസറിൻ്റെ നിന്നും തല്ല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അയിലായിട്ട് വന്നിട്ട് തുള്ളി. ആ തുള്ളുന്നത് ഏതോ ഒരു മാംക്ക് കണ്ട് അങ്ങനെ സുമാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ അങ്ങനത്തെ ഇതായിട്ടേന്. നമ്മുടെ 8th Bയിലുണ്ടായി നമ്മ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാക്കുന്നുണ്ടാകുന്നല്ലോ. നമ്മളെ ക്ലാസ്സിൽ നമുക്ക് ഫുള്ള് നല്ല വൈബ് ഉണ്ടായി. മീൻസ് നമ്മൾ ഈ 8th Bയിൽ വരുമ്പോൾക്ക് ഇവിടെ ആർക്കും അങ്ങനെ വൈബാക്കുന്നൊന്നുമില്ല. എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കും. പിന്നെ മാം ക്ലാസ് വരുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടിരിക്കും. അങ്ങനത്തെ പിള്ളേരുടെ 8th Bയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ബോറുണ്ടായി. അപ്പോൾ എത്ര ഉണ്ടായി, ആദ്യം വരുമ്പോൾ 4 ആൾ
അല്ല നമ്മൾ 5 ആളുണ്ടായിന്. എന്നിട്ട് നമ്മൾ അവിടെ കൂടിയിട്ടാകുമ്പോൾക്ക് ഒരു ന്യൂ അഡ്മിഷനും പിന്നെ മുമ്പ് ഉണ്ടായിന് ഓളെ കസിൻ ഉണ്ടാകുമ്പോൾ ഓൾ ആരത്തുമുണ്ട് ഓളെ കസിൻ എടുത്തേന്. ഓൾ ആ സമയത്താകുമ്പോൾ ഓള് വേറെ സ്കൂളിലോട്ട് പോയി. അപ്പോൾ ഓർ രണ്ടാളാടുണ്ട്. അപ്പോൾ നമ്മൾ മുണ്ടിട്ട് നമ്മൾ നല്ലൊരു ഫ്രണ്ട്സായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്യാങ് പോലെയായി. അങ്ങനെ ആ ഗ്യാങ്ങിലായിട്ട് നമ്മൾ ഫുള്ള് ആ ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി വൈബാക്കിനി. നമ്മളെ വൈബ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചോക്കിൽ എഴുതിയിട്ടും വെള്ളം തൂയിട്ടും എല്ലാം ആയിട്ട് അങ്ങനത്തെ എല്ലാം വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ മാം സിലിക്കോൺ എന്തിത് ഇങ്ങനത്തത് അങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ട് വരുമ്പോൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, നമുക്ക് പി ടി പീരീഡിന് നമ്മൾ ഈ ഒരു പി ടി പീരീഡ് ടൈമിന് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷൂവും സോക്സെല്ലാം മാറ്റിയിട്ട് വെക്കും. അപ്പോൾ എൻ്റെ ഷൂവിന് എൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് മുകളിൽ വെച്ച് അപ്സ്റ്റെയർ മീൻസ് നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലായിട്ടായിട്ട് വെച്ചോറ് അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ഞങ്ങൾക്ക് കിട്ടിച്ചാകുമ്പോൾ ഓർ ആ ഷൂവിനെ എടുത്തിട്ട് ഫുള്ള് ചുറ്റിപ്പിച്ച് മീൻസ് ഓർ അവിടെ വാനിലുണ്ട് ഡസ്റ്റ്ബിൻ കിട്ടുക ആ ഷൂ എന്നിട്ട് അതിലേക്ക് മണ്ണ് നിറച്ച് എല്ലാം ആക്കുമ്പോൾ മെയിൻലി ഓർ തന്നെ അങ്ങനെ ആക്കാൻ കാരണം ഞങ്ങൾക്ക് ഷൂവിലെല്ലാം മണ്ണാണ് ഇഷ്ടമല്ല. മീൻസ് ഞാൻ നല്ല പോളിഷ് ആക്കിയിട്ടായിരിക്കും ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഷൂവിലെല്ലാം ജസ്റ്റ് മണ്ണെങ്കിലും അപ്പോൾ തോർത്തു അതിലേക്ക് വേണ്ടിയിട്ട് ഓർ അങ്ങനെ എല്ലാം ആക്കി. എന്നിട്ട് അവിടെ കുറേ ബോയ്സ് ഉണ്ട്. അപ്പോൾ ഓരെല്ലാവരും നോക്കി ചിരിച്ചോണ്ടേ. അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഓർക്ക് തന്ന പണി പോലെ തന്നെ ഞാനും റിട്ടേൺ ഓർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി പറഞ്ഞാൽ അന്നല്ല പിറ്റേ ദിവസവും നമ്മളെല്ലാവരും ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നോർമലി എല്ലാവരും ഷൂ അയച്ചിട്ട് കാള് ബെഞ്ചിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്താക്കിയാലും ഷൂ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ആ ടോയ്ലറ്റിന് പോകുന്നതിന് മുമ്പ് ഒരു സ്പേസ് ഉണ്ട്, മീൻസ് ആടെ ഷൂ വെച്ച് ആൾ ഫുള്ള് തൊട്ട് ഞാൻ ഊറ് കളിപ്പിച്ച പോലെ തന്നെ നാച്ചുറലി അത് അവിടെ ഉണ്ട്, അവിടെ വാൻ്റെ ഉള്ളിലുണ്ട്, അവിടെ പ്ലേ ഗ്രൗണ്ടിലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഭാരതി മാം നമ്മളെ സോഷ്യൽ മാം വന്നു. നമുക്കറിയാം സോഷ്യൽ മാംസ് എല്ലാം അല്ലെങ്കിൽ ഭയങ്കര ഒരു റഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മാം വന്നിട്ട് പോയിട്ട് ഷൂ എടുത്ത് അങ്ങനെ ആകുമ്പോൾക്ക് എന്താക്കിയാറോ ഞാൻ അവളെ ഷൂ അണിപ്പിച്ചത് എൻ്റെ ഷൂവിനെ പറ്റിയിട്ട് ഓർമ്മ. അപ്പോൾ നമ്മൾ രണ്ടാളെടുത്ത് ഷൂ ഇല്ല. അപ്പം മാം പറഞ്ഞു ഓർത്ത് ഷൂ ഇല്ല. മാമിൻ്റെ അത് പൊളിയും കിട്ടി അതിൻ്റെ ഷൂ മാം. അപ്പോൾ നമുക്ക് അവിടെ 8th എയില് അപ്പം നമ്മളെ ലാസ്റ്റ് പീരീഡ് നാഷണൽ ആന്തം ആകുമ്പോൾക്ക് 8th എയില് ഫുള്ള് ഗൗജി ഈ നാഷണൽ ആന്തം വെച്ച് പായാക്കിയിട്ട് അത് സുമ മാം ആ ഒരു സുമാമിൽ നിങ്ങൾക്കറിയുമല്ലോ ആടെ ഷൂ ഉള്ള. അങ്ങനെ പിറ്റേ ദിവസം എന്താക്കി നമ്മൾ അങ്ങനെ പോയി എന്നിട്ട് ബൈക്ക് ചോക്കിൻ്റെ പൊടി എടുത്തിട്ട് ഓർമ്മകളിലൊക്കെ എറിഞ്ഞ് എന്നിട്ട് ഓർക്ക് ഞാൻ ഓർമ്മകളിട്ട് ചോക്കിൻ്റെ പൗഡർ തന്നെ വൈറ്റ് പൗഡർ എടുത്തിട്ട് ഞാൻ മുകളിലോട്ടിട്ട് എന്നിട്ട് ബൈക്ക് നമ്മൾ ഇങ്ങനെ അന്ന് നമുക്ക് ഫ്രൈഡേ ലോങ് ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ നമുക്ക്. അന്ന് ആ ഒരു ലോങ് ലഞ്ച് ബ്രേക്കിന് അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ മുണ്ടിക്കൊണ്ടായിന്. അപ്പം പെട്ടെന്ന് ഷൂ എടുത്തിട്ട് ഷൂവിൽ മൊത്തത്തിൽ ചോക്ക് ഫുള്ളാക്കി. അങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഞാൻ അമ്മ ഇപ്പം മുണ്ടാണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നമ്മൾ 7 ആളുണ്ടായിന്. 7 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഡ്രസ്സ് നമ്മളെ സ്കേർട്ടിലും അതിലും മീട്ടിലും ഫുള്ള് ചോക്ക് ഷൂവിലും എല്ലാം ഫുള്ള് ചോക്ക് ഉണ്ടായിന്. ആ ഫുള്ള് ചോക്കോടെയും എല്ലാം ആയിട്ട് മാത്രം ബാക്കിയുള്ള പിള്ളേർ നല്ല വൈബ് ഉണ്ടായിന്. അപ്പോൾ ഈ ക്ലാസ്സിലുണ്ടായിന്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പോയിട്ട് മാമിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലൈൻ്റ് ആക്കി. അങ്ങനെ മാം വന്ന് സംഭവം നമ്മൾ ഒരു ബോക്സ് പോയിട്ട് ഒരു ഏകദേശം നമ്മൊരു 8 8 അത്ര ചോക്ക് തീർത്തേക്ക് മാം ചൊല്ലി 15 ബോക്സ് ചോക്ക് തീർത്തിനി. സംഭവം ഒരെല്ലാവരും ഇതാക്കി എന്നിട്ട് വയ്ക്ക് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കഴിച്ചിട്ടാകുമ്പോൾക്ക് ആൾ നമ്മളെ കോലം കണ്ടിട്ട് പ്രിൻസിപ്പൾ എന്നെ ചിരിച്ച് പറഞ്ഞില്ലേ എന്ത് സാർ ഇത് ലാസ്റ്റത്തെ വൈബല്ലേ അങ്ങനെയല്ലേ കളിച്ചാൽ ഇതെല്ലാം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ മീൻസ് നിങ്ങൾ ഈ ഷൂലെല്ലായിട്ടുള്ളതെല്ലാം പോവും. അപ്പം നമ്മൾ ഇത് കതിട്ടാകുമ്പോൾ പോവും. പക്ഷെ പ്രിൻസിപ്പൾ നമ്മളെന്തോ ആക്കിയിട്ട് പ്രിൻസിപ്പൾ സംഭവം നമ്മളെ കോലം കണ്ടിട്ട് പ്രിൻസിപ്പൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചിരിച്ചത് അപ്പം അങ്ങനെ സുമാമി മീൻസ് നമ്മുടെ സൂപ്പർവൈസർ വിചാരിച്ചത് നമുക്ക് ചിലപ്പോൾ തല്ലെന്നും കിട്ടുമോ വിചാരിച്ചു. മാത്രം
എന്തോ ഒരു ഭാഗ്യത്തിന് അയാൾ എന്തോ ബെട്ടൊന്നും ഇട്ടിട്ട് അയാൾക്ക് നമ്മൾ കോലങ്ങൾ അയാൾ ചിരിച്ചിട്ട് സീനെല്ലാം പോയിട്ട് കത്തിയിട്ട് ക്ലാസ്സിലിരിക്കും. അങ്ങനെ ക്ലാസ്സിലിരിക്കുക കത്തിയിട്ട് ലൈറ്റ് വരുമ്പോൾ സുമ മാംസിൽ വാടക്കി ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഫുൾ പീരീഡ് ഇവിടെ തന്നെ ഇരിക്കണം. മീൻസ് നമ്മൾ 5th പീരീഡ് സ്റ്റാർട്ടായി. ആ 5th പീരീഡ് നമ്മൾ സ്റ്റാർട്ടായെങ്കിലും 5th പീരീഡ് ഒരു പകുതി ആകുമ്പോൾക്ക് നമ്മൾ പ്രിൻസിപ്പൾ അടുത്ത് പോയിട്ട് വരുമ്പോൾ ഇന്ന് ഇന്ന് ഫുൾ പീരീഡ് നിങ്ങൾ പുറത്ത് തന്നെ ഇരിക്കണം. നമുക്ക് ഫുള്ള് വൈബ് പുറത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഒരിക്കലും നമുക്ക് ഇരിക്കാൻ ടൈം കിട്ടുന്നു. അങ്ങനെ ഓക്കെ വിചാരിച്ച് നമ്മൾ എല്ലാവരുടെ ബാഗ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഈ ലോങ് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ ഫുഡ് മീൻസ് ലോങ് ലഞ്ച് ബ്രേക്ക് അല്ലേ എന്നിട്ട് പക്ഷെ അങ്ങനെ കളിച്ചിലവിടെ മിഠായും ലേസെല്ലാം ബാക്കിയുണ്ടായി ക്യാൻറ്റീനെടുത്ത്. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് ബാഗും വെച്ചിട്ടെല്ലാം ഇരുന്നിട്ട് നമ്മുടെ ലേസ് അന്ന് സുമ നമുക്ക് പോകാനുണ്ടായിന്, നമ്മൾ സൂപ്പർവൈസർക്ക് പോകാനുണ്ടായിന്. അതിനെ കൊണ്ട് മാം പോകുമ്പോൾ നമ്മൾ ഇതാക്കിയിട്ട് അപ്പോൾ മാം ചെല്ലി പോയിട്ട് ഉള്ളില്ല. അപ്പം നമ്മൾ സുമ മാം ചെല്ലി പുറത്ത് ഫുൾ പീരീഡ് ഇന്ന് ഫുള്ള് പുറത്ത് പിന്നെ ഇരിക്കണം. അങ്ങനെ പിന്നെ സൂപ്പർവൈസർ ചെല്ലെങ്കിൽ എന്താക്കും കാര്യം സുമ മാം പോയിക്കൊണ്ട് നമ്മളൊരു ലക്ക് എന്നല്ല. അങ്ങനെ ആയിരിക്കും നമ്മൾ ആടെ ഇരുന്നിട്ട് കുറേ നേരം ലേസും എല്ലാം തുന്നിയിട്ട് ആടെ പോയിക്ക് ഷൂവിൽ നമ്മൾ പോയിക്ക് ഫുട്ബോളെല്ലാം കളിച്ചിട്ട് അതിലെ പോയിക്ക് പ്രിൻസിപ്പൾ എന്തോ കാര്യത്തിൽ വന്നിട്ട് നമ്മൾ അവിടെ കളിച്ചുകൊണ്ട് പോയിക്ക് അയാൾ നമ്മളിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ആൾ പോയി പോയിക്ക് മുകളിലേക്ക് പോയി എന്നിട്ട് നമ്മൾ ഇങ്ങനെയെല്ലാം കളിച്ച് വൈബാക്കി. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളതിൽ നിന്ന് ഒരാൾ എന്തൊക്കെയാണ് ഉപ്പ് കൊണ്ടുവന്ന് അത് സംഭവം നമുക്കറിയാം. നമ്മൾ പോയിനെ മീൻസ് നമ്മൾ പുറത്ത് ലോങ് ലഞ്ച് ബ്രേക്ക് നമുക്ക് ഇത് ലഞ്ച് ബ്രേക്ക് ഉണ്ട സമയത്ത് നമ്മൾ പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോയിട്ടാകുമ്പോൾക്ക് 3 ആൾ കൂടിയിട്ട് എൻ്റെ വെള്ളത്തിലോട്ട് ഉപ്പിട്ടിട്ട് പങ്ങനെ കുലിക്കാനിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓരോ ഞാൻ ഈലല്ലേ വെച്ച് ഞാൻ സെക്കൻഡ് സിപ്പിലല്ല എൻ്റെ ബോട്ടിൽ വെച്ചിന് വെച്ചിട്ട് കുടിക്കുമ്പോൾ അല്ലാ ഉപ്പിൻ്റെ കത്തറ്. അങ്ങനെ ആ ഉപ്പിലായിട്ട് ഒരു ഇതായി വൈബായി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായി. നമ്മൾ ബീച്ചിലേക്ക് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ ആകുമ്പോഴേക്ക് പിന്നെ നമുക്കിവിടെ കുറച്ചെല്ലാം തീർന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്തിട്ടായിട്ട് നമ്മൾ പിന്നെ വിചാരിച്ച് എല്ലാം വന്നു. അപ്പോൾ നമ്മൾ അധികമായിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പോയി കാണാൻ മീൻസ് നമ്മൾ സ്കൂളിൻ്റെ അടുത്തുള്ളത് മീൻസ് അടുത്ത് പറഞ്ഞാൽ അടുത്തുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ പോലുണ്ട്. അപ്പോൾ ആൾ ഉമ്മാൻ്റെ അടുത്ത് iPhone 13 or 12 എന്തോ സംതിങ് ഫോണുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആടെ പോയിട്ട് കുറേ എടുത്തു അങ്ങനെ എല്ലാം ആയി. അപ്പോൾ നമുക്ക് നല്ല വൈബായിന് മീൻസ് നമ്മൾ ആ ഒരു വൈബൊന്നും മറക്കാൻ കഴിയില്ല. ഒരു മെമ്മറീസ് അല്ലേ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് ബൽഡായിട്ടായിട്ട് നമ്മൾ ഒരു സ്കൂളെല്ലാം മതിയാക്കിയിട്ട് നമ്മൾ ഇനി കോളേജിലെല്ലാം എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റപ്പ് എല്ലാം വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയെല്ലാം ആക്കിയാൽ അപ്പോൾ ഒരു വൈബ് പാറുന്നല്ലോ. അതിനെല്ലാം വിചാരിച്ച് നമ്മൾ ഓരോരോ മെമ്മറീസ് ഓരോരോ മൂമെൻറ്റ്സ് നമുക്ക് ഓർമ്മയിരിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടായിന് 8th. അപ്പോൾ ഇപ്പം 9th വന്ന് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഇരിക്കാൻ കാലാന്നല്ല വിചാരിക്കുന്നത് പിന്നെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ സ്കൂളിലത്തെ കുറച്ച് സ്റ്റോറീസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കി. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മീൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.